ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മളുടെ ഫസ്റ്റ് പേജിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. എന്താണ്? ഒപ്പോസിഷൻ മൾസ് മോഷൻ ടു റിമൂവ് ലോക്സഭ സ്പീക്കർ. സോ ഓം ബിർളയെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോക്സഭയിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കുകയാണ്. ആരാണ്? നമ്മളുടെ ഒപ്പോസിഷൻ ലീഡേഴ്സ്, ഇന്ത്യ മുന്നണിയാണ് ഈ ഒരു ബില്ല് സഭയിൽ അല്ലെങ്കിൽ ഒരു റെസല്യൂഷൻ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ ഹൂ ഈ സ്പീക്കർ, ഹൗ ദ സ്പീക്കർ ഇസ് റിമൂവ്ഡ്, എങ്ങനെയാണ് ഒരു സ്പീക്കർ സഭയിൽ റിമൂവ് ചെയ്യുന്നത്? സോ സ്പീക്കറിന്റെ പൊസിഷൻ നിങ്ങൾക്കറിയാം. സ്പീക്കറാണ് സഭയെ നിയന്ത്രിക്കുന്ന, സഭയുടെ നിയന്ത്രാതാവായിട്ടുള്ള ആൾ. അദ്ദേഹത്തെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 94 പ്രകാരം. സോ ആർട്ടിക്കിൾ 94 എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 94 എങ്ങനെയാണ് ഒരു സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അങ്ങനെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 94 സബ് സെക്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് സ്പീക്കർ മേ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദ ദെൻ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. സോ എങ്ങനെയായിരിക്കണം ഒരു സ്പീക്കർ റിമൂവ് ചെയ്യുന്നത്? സോ സ്പീക്കർ റിമൂവ് ചെയ്യണമെങ്കിൽ സ്പീക്കറിന് 14 ദിവസത്തെ നോട്ടീസ് പീരീഡിന് മുന്നേ എന്ത് കൊടുത്തിരിക്കണം? ഒരു റെസല്യൂഷൻ കൊടുത്തിരിക്കണം. ആർട്ടിക്കിൾ 94 സബ്സെക്ഷൻ സി പ്രകാരമുള്ള ഒരു റെസല്യൂഷൻ കൊടുത്തിരിക്കണം. ഈ റെസല്യൂഷൻ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്പീക്കർ റിമൂവലിന് വേണ്ടിയിട്ടുള്ള റെസല്യൂഷൻ മേലുള്ള ചർച്ചകൾ ആരംഭിക്കും. ഈ ചർച്ചകൾ നടക്കുമ്പോൾ സ്പീക്കർ ആയിരിക്കുമോ സഭയെ ചെയർ ചെയ്യുന്നത്? അല്ല. സ്പീക്കർ ഒരു സാധാരണ അംഗത്തെ പോലെ എവിടേക്ക് വരും? നമ്മളുടെ ലോകസഭയിലേക്ക് വരികയും അവിടെ അദ്ദേഹത്തിന് സ്പീക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. സാധാരണ ഒരു അംഗത്തെ പോലെ സംസാരിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ? എന്ത് തോന്നുന്നു? സ്പീക്കർ സാധാരണ കാസ്റ്റിംഗ് വോട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ഒരു റെസല്യൂഷൻ അണ്ടർ ആർട്ടിക്കിൾ 94 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്? അദ്ദേഹത്തിന് ഡിസ്കഷനിൽ ടേക്ക് പാർട്ട് ചെയ്യാനായിട്ടും വോട്ട് ചെയ്യാനായിട്ടുമുള്ള അധികാരങ്ങളുണ്ട്. ദെൻ ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആര് നമ്മളുടെ സ്പീക്കർ റിമൂവ് ആകും. നോർമലി അങ്ങനെ പാസ്സാകാറില്ല. കാരണം ആരാണ്? ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായിരിക്കുമല്ലോ സ്പീക്കർ. സോ ഭൂരിപക്ഷം ആർക്കായിരിക്കും സഭയിൽ? ഭരണപക്ഷത്തിനായിരിക്കും. പക്ഷേ ഇതൊരു സ്പീക്കറിനെതിരെയുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. ഓക്കെ. സോ ആർട്ടിക്കിൾ 94 പ്രകാരമാണ് റിമൂവ് ചെയ്യുന്നത്. സി പ്രകാരമാണ് 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കണം. അദ്ദേഹത്തിന് വോട്ടിംഗ് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ സ്പീക്കറിന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു വാർത്ത നിങ്ങൾ താഴേക്ക് ഒന്ന് വായിച്ചേ. ഒപ്പോസിഷൻ പാർട്ടീസ് ഓഫ് ഇന്ത്യ അലയൻസ് ആർ കൺസിഡറിംഗ് മൂവിംഗ് എ നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ലോക്സഭ സ്പീക്കർ. അതെന്താ ഇപ്പൊ ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ലോക്സഭ സ്പീക്കർ ഓം ബിർള? വാട്ട് ഈസ് ദിസ് നോൺ കോൺഫിഡൻസ് മോഷൻ? പല വാർത്തകളിലും തെറ്റായിട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് നോൺ കോൺഫിഡൻസ്. അതായത് സ്പീക്കറിനെതിരെ വിശ്വാസമില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നോൺ കോൺഫിഡൻസ് മോഷൻ ഈസ് എ സെപ്പറേറ്റ് തിങ്. എന്താണ്? സഭയുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എതിരെ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 75 പ്രകാരമുള്ള ഒരു റെസല്യൂഷൻ അല്ലെങ്കിൽ ഒരു മോഷനാണ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഇറ്റ് ഈസ് എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എതിരെ പുറപ്പെടുവിക്കുന്നത്? കാരണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ, പെർട്ടിക്കുലർലി പാർലമെന്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും എടുത്തു പറയുന്നത് ശരിയായിട്ടുള്ള വാക്യം എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. അതുകൊണ്ട് ലോകസഭയിൽ നമ്മൾ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് എതിരെയുള്ള നോൺ കോൺഫിഡൻസ് മോഷനാണ്. ഈ ഒരു പേജ് എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ലക്ഷ്മികാന്തിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ.
ഇറ്റ് നീഡ് നോട്ട് സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദ അഡോപ്ഷൻസ് ഇൻ ദ ലോക്സഭ. സോ ലോക്സഭയിൽ നോൺ കോൺഫിഡൻസ് മോഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ 50 പേര് ഈ നോൺ കോൺഫിഡൻസ് മോഷനെ പിന്താങ്ങിയിരിക്കണം. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കി. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അഗെയിൻസ്റ്റ് ദ എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓൺലി. എൻറ്റയർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മാത്രമാണ് ഇതില് നോൺ കോൺഫിഡൻസ് മോഷൻ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മോഷൻ സഭയിൽ പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെ റെസ്പോൺസിബിൾ ആക്കാനാണ്, പെർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽ മെമ്പറിന് വേണ്ടിയിട്ടല്ല. ഇൻഡിവിജ്വൽ മെമ്പറുടെ റെസ്പോൺസ് ആകാനായിട്ട് സീഷ്വർ മോഷൻ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, സെൻഷർ മോഷൻ ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് കൗൺസിൽ ഓഫ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ മെമ്പറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്, നോൺ കോൺഫിഡൻസ് മോഷൻ ലോകസഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. നോൺ കോൺഫിഡൻസ് മോഷൻ ലോകസഭയിൽ മാത്രം. കാരണം എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭയാണ്. സോ അതുകൊണ്ടാണ് നോൺ കോൺഫിഡൻസ് മോഷൻ എവിടെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ലോക്സഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്യേണ്ടി വരും, വിച്ച് മീൻസ് ഗവൺമെന്റ് താഴെ വീഴും. കോൺഫിഡൻസ് ഇല്ല എന്നതിനർത്ഥം ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ അതിനർത്ഥം ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഹിയർ ഈസ് എ മിസ്റ്റേക്ക്. എന്താണ്, ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് ഓം ബിർള എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി ശരിയല്ല. കാരണം എന്താണ്, ഒരു സ്പീക്കറിനെ റിമൂവ് ചെയ്യാനായിട്ട് ആർട്ടിക്കിൾ 94C പ്രകാരമുള്ള വകുപ്പുകളിലാണ് ഒരു റെസല്യൂഷൻ പാസ്സാക്കുന്നത്. അത് എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കണം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓൾ ദ 10 മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ്. ഫോർ എക്സാമ്പിൾ 545 നമ്മളുടെ സഭയുടെ ആകെ സീറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആകെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 300 പേരെ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അന്ന് 400 പേരെ വന്നിട്ടുള്ളൂ. ദെൻ ആ 400 പേരിൽ, ആ കൂടിയിരിക്കുന്ന 400 പേരിൽ ഒരു എഫക്റ്റീവ് മെജോറിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ 400 പേരിൽ എത്ര ഉണ്ടായിരിക്കണം, ഒരു കൂടുതൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ് മെജോറിറ്റിയിലായിരിക്കണം എന്ത് പാസ്സാക്കേണ്ടത്, നമ്മളുടെ സ്പീക്കറിന്റെ റിമൂവല് പാസ്സാക്കേണ്ടത്. ഓക്കെ, ദെൻ വാട്ട്, സോ ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സിന് ഇല്ല. സോ ഇവിടെ ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് ഉദ്ദേശിച്ചു ഇരിക്കുന്നത് വിശ്വാസമില്ലായ്മ എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 75 അണ്ടറിൽ വരുന്ന നോൺ കോൺഫിഡൻസ് മോഷനെ അല്ല ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർക്കുക. സോ പല പത്രങ്ങളും എഴുതിയിരിക്കുന്നത് ഈ നോൺ കോൺഫിഡൻസ് മോഷൻ എന്നുള്ളതാണ്. പക്ഷേ നോൺ കോൺഫിഡൻസ് മോഷൻ പെർട്ടിക്കുലർലി എന്തിനാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ റെസ്പോൺസിബിൾ ആക്കാനായിട്ടുള്ള ഒരു ടൂളാണ് സഭയിൽ വരുന്നത്. ഓക്കെ, കമ്മിങ് ടു എഡിറ്റോറിയൽ സെഷൻ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, പെർട്ടിക്കുലർലി സോഷ്യോളജി സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ആന്ത്രപ്പോളജി സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഓപ്ഷനിൽ എടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ടിക്കിളാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എന്താ പറഞ്ഞിരിക്കുന്നത്, we are living inside a new form of capitalism where humans are both miners and the mines. ഓക്കെ, പണ്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കാലഘട്ടത്തിൽ, ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ഫസ്റ്റ് ഫേസിലൊക്കെ എന്തായിരുന്നു കമ്മോഡിറ്റി ആയിട്ട് വിറ്റുകൊണ്ടിരുന്നത്, പ്രൊഡക്റ്റുകളായിരുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ സോപ്പ് അല്ലെങ്കിൽ ചീപ്പ്, ഇതുണ്ടാക്കുന്ന വലിയ ഫാക്ടറികൾ ഉണ്ടാകും, മെഷീനുകൾ ഉണ്ടാകും. ഇത് സർപ്ലസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. മാർക്സിസത്തിലെ സോഷ്യോളജി നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, മാർക്സിസത്തിലെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഈ സർപ്ലസ് വാല്യൂ. എന്താണ് ഈ സർപ്ലസ് വാല്യൂ? അതായത് ഒരു ലേബർ പണിയെടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാൻ പണിയെടുത്തിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുകയാണ്. ഈ സോപ്പ് മാർക്കറ്റിൽ പ്രോഫിറ്റിലായിരിക്കും വിൽക്കുന്നത് അല്ലേ. സോ എന്റെ കോസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റിന് കിട്ടുന്ന വാല്യൂ ആണ് ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ സർപ്ലസ് വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഫിറ്റ് തന്നെയാണ്. ഒരു ക്യാപിറ്റലിസ്റ്റിന് കിട്ടുന്ന കോസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാമാണ് ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. സോ പണ്ട് ഒരു സർപ്ലസ് വാല്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് മാർക്സ് പറയുന്നത്, സർപ്ലസ് വാല്യൂ ഓഫ് മണിയിൽ മാർക്സ് പറയുന്നത്. എന്നാൽ ഇന്ന്
പ്രൊഡക്റ്റ് ആരായിരിക്കുകയാണ്? ഹ്യൂമൻ ബീയിങ് ആസെറ്റ്സ് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ് ആസെറ്റ്സ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്? ക്യാപിറ്റലിസ്റ്റ്, ന്യൂ ടെക്നോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകൾ, ടെക്നോ ക്യാപിറ്റലിസ്റ്റുകൾ എന്താ ചെയ്യുന്നേ? ഹ്യൂമൻസിന്റെ ഇമോഷൻസിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട്, ഹ്യൂമൻസിന്റെ ഇമോഷൻസിനെ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുകയും അവരെ തന്നെ പ്രൊഡക്റ്റ് ആക്കുകയും ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റഗ്രാം റീൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം റീൽസ്. ഇൻസ്റ്റഗ്രാം റീൽസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീൽസിലൂടെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാംസ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇമോഷനുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന റീൽസുകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവുകയാണ്. യു വിൽ ഗെറ്റ് ദാറ്റ് റേഞ്ച് ഓഫ് ബ്രേക്കപ്പ് റീൽസ്, ലൈക്ക് ഇന്നതാണ് മറ്റതാണ് മറിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ്സിന് വേണ്ടിയിട്ട് ക്രേവ് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു UPSC പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുകയാണ്. UPSC റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന അതിന്റെ മോട്ടിവേഷൻ. ഒരു സിവിൽ സർവന്റ് ഇങ്ങനെ നടന്നു പോകുന്നു, കാർ തുറന്നു കൊടുക്കുന്നു, കയറുന്നു, അച്ചാബേനേക അച്ചാബേനേക എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു മോട്ടിവേഷൻ വീഡിയോ കാണണം. ദെൻ UPSCയുടെ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കാണുന്നു. അങ്ങനെ ഡിഫറെന്റ് റീൽസ് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നു. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷൻ? നിങ്ങൾ ഒരു കാര്യം പെട്ടെന്ന് ചിന്തിക്കുമ്പോഴേക്കും ഈ ഒരു റീലുകളിലേക്ക് ഇത് വരുന്നേ. ദാറ്റ്സ് കോൾഡ് ഇമോഷണൽ മാർക്കറ്റിംഗ്. ദെൻ പ്രൊഡക്റ്റുകൾ എടുക്കുക. പ്രൊഡക്റ്റുകൾ എങ്ങനെയാ വിറ്റ് പോകുന്നത്? നിങ്ങളുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇമോഷൻസിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ്. ഇമോഷണൽ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു ടെറർ അറ്റാക്ക് ഇന്ത്യയിൽ നടക്കുമ്പോൾ ജവാന്മാരെ അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂവെ ഉയർത്തി കാണിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാണ്. അതെങ്ങനെയാണ്? സോ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാനായിട്ട് ഈ പ്രൊഡക്റ്റുകൾക്ക് സാധിക്കും. ഓക്കെ, സോ കറന്റ്ലി മുന്നേ പ്രൊഡക്റ്റ് എന്തായിരുന്നു? ചിലപ്പോൾ നിങ്ങളുടെ ലേബർ ആയിരിക്കാം, നിങ്ങളുടെ ലേബർ മാത്രമായിരിക്കാം ക്യാപിറ്റലിസ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലംബൻ പ്രോലിറ്ററേറ്റ് എന്നറിയപ്പെടുന്ന ആളുകളുടെ എന്തായിരുന്നു? ലേബർ ഫോഴ്സ് ആയിരിക്കാം ക്യാപിറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കറന്റ്ലി ക്യാപിറ്റലിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? യുവർ സെൽഫ് ടേക്കിംഗ് ആസ് എ കമോഡിറ്റി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വി ആർ ലിവിംഗ് ഇൻസൈഡ് എ ന്യൂ ഫോം ഓഫ് ക്യാപിറ്റലിസം വേർ ഹ്യൂമൻസ് ആർ ബോത്ത് ദ മൈനേഴ്സ് ആൻഡ് ദ മൈൻഡ്. മൈൻഡ് ചെയ്ത് എടുക്കുന്ന ആളും ഹ്യൂമൻ ആണ്. കാരണം ക്യാപിറ്റലിസ്റ്റും ഒരു ഹ്യൂമൻ ആണ്, മൈൻഡ് എന്ന് പറയുന്നതും ഒരു ഹ്യൂമൻ ആണ്. സോ ഹ്യൂമൻസ് ഇമോഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട്, നമ്മളുടെ സെൽഫിനെ ഒരു കമോഡിറ്റി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 8 മണിക്കൂർ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 4 മണിക്കൂർ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഇൻസ്റ്റഗ്രാം ഒരു 4 മണിക്കൂർ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ 4 മണിക്കൂർ ഒരു വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മിനിമം 400 രൂപ കിട്ടുമായിരുന്നോ? കിട്ടുമായിരുന്നു. പക്ഷേ ഇൻസ്റ്റഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? 4 മണിക്കൂർ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഇൻസ്റ്റഗ്രാമിന് ആ 4 മണിക്കൂർ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. സോ പണ്ടൊരു COVID-19 കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ യൂസേജുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അതിൽ പറയുന്നൊരു ഒരു കോട്ട് ഉണ്ട്. സോ ഇഫ് യു ആർ നോട്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. ഓക്കെ, ഇഫ് സംതിങ് ഈസ് നോട്ട് ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. സോ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇറ്റ്സ് സംതിങ് ഫീൽ ലൈക്ക് യു ആർ ഫ്രീ ടു യൂസ് ഇറ്റ്, ബട്ട് അതിന്റെ അർത്ഥം അത് ഫ്രീ ആണെന്നല്ല, ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. സോ അതൊരു ഗംഭീര കോട്ടാണ്. നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളിലൊക്കെ ഏറ്റവും അവസാനത്തെ വാക്കുകളിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാർക്കുകൾ കിട്ടാനായിട്ട് സാധ്യതയുള്ള കോട്ടാണ്. സോ മൈനിങ് സെൽഫ് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പല പോയിന്റുകളുണ്ട്. അതായത് ഇപ്പോൾ അത് നമ്മൾ ഡെമോക്രറ്റൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഡെമോക്രറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ദെൻ ലോക്കൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തായി? ലോക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറി. എല്ലാ കാര്യങ്ങളും ലോക്കലായി. ഫോർ എക്സാമ്പിൾ, കേരളത്തിന്റെ ഏറ്റവും തട്ടിൽ നടക്കുന്ന ഒരു വിഷയം ഇന്റർനാഷണലൈസ് ചെയ്യാൻ പറ്റും.
അതിന് ഇമോഷൻസ് കണക്ട് ചെയ്താൽ മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗസയിൽ നിന്നാണ്. നിങ്ങൾ ഗസയുടെ യുദ്ധം നടന്നിരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഗസയുമായി ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് പെർട്ടിക്കുലർലി USA അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ലൈക്ക് എന്താണ്, നമ്മൾ ഇന്ത്യയിലുള്ള ഒരു പ്രോബ്ലം പോലെ, അല്ലാണ്ട് ഒരു ഇന്റർനാഷണൽ പ്രോബ്ലം ഒന്നും അല്ല ഈ എപ്സ്റ്റീൻ ഫയൽസ്. പക്ഷേ നമ്മളുടെ ഇൻസ്റ്റഗ്രാം ഫീഡിലും എന്താണ് എപ്സ്റ്റീൻ ഫയൽസിന്റെ എന്താണ് ചർച്ചകൾ കാണാനായിട്ട് സാധിക്കും. എന്താണ് എപ്സ്റ്റീൻ ഫയൽസ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? അമേരിക്കയിൽ നടക്കുന്ന ഒരു പ്രോബ്ലത്തെ, അവിടത്തെ ലോക്കൽ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർനാഷണലൈസ് ചെയ്യുന്നു. അതിന്റെ ഒരുപാട് വെർഷനുകൾ, ഇമോഷൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വെർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതെല്ലാം എന്താണ്? ക്യാപിറ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ക്യാപിറ്റലിസം ഒരിക്കലും ഒഴിവായി പോയിട്ടില്ല എന്നാണ് ഇദ്ദേഹം ഇവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. ഓക്കെ, then coming to the next discussion. Next discussion is Kimberley process. What is Kimberley process? അത് മാത്രമാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. Then why it is important to India? Kimberley process is related to an agreement related to diamond, particularly rough ഡയമണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, സോ ഡയമണ്ട് എന്താണ്? ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖനിച്ചെടുക്കുന്ന, പെട്രോൾ ഖനിച്ചെടുക്കുന്നത് പോലെ ഭൂമിയിൽ നിന്ന് ഖനിച്ചെടുക്കുന്ന ഒരു എന്താണ്, വജ്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇല്ലീഗലായിട്ട് ഖനനം ചെയ്യുന്നുണ്ട്. നമ്മൾ കോള് ഇല്ലീഗലായിട്ട് മൈൻ ചെയ്യുന്നു. അതുപോലെ ഹൈ വാല്യൂ ഉള്ള ഡയമണ്ട്സ് ഇല്ലീഗലായിട്ട് മൈൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡയമണ്ട്സിനെ, അതായത് പോളിഷ്ഡ് ചെയ്യാത്ത ഡയമണ്ടുകളെ എന്താ നമ്മൾ വിളിക്കുന്നത്? റഫ് ഡയമണ്ടുകൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇത് കുറച്ച് ഖുറേഷി എബ്രാഹിമിനെ പോലെയുള്ള ഗ്യാങ്ങുകൾ, എക്സാമ്പിൾ ഖുറേഷി എബ്രാഹിമിനെ പോലെയുള്ള ഗ്യാങ്ങുകൾ അവരൊരു കാർട്ടലായിട്ട് പ്രവർത്തിക്കുകയും ഇത് പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഇത് മൈൻ ചെയ്തെടുക്കുകയും ദെൻ പല പ്രോസസ്സുകൾക്ക്, പല ട്രാൻസാക്ഷനുകൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള വജ്രമാണ്. ഇത് അൺവാണ്ടഡ് ആൻഡ് ഇറഗുലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ടെറർ ഫണ്ടിങ് അല്ലെങ്കിൽ നർക്കോട്ടിക് ഫണ്ടിങ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം എന്താണ്, ഡയമണ്ട് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനെ കോൺഫ്ലിക്റ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോൺഫ്ലിക്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡയമണ്ടുകളെയാണ് നമ്മൾ കോൺഫ്ലിക്ട് ഡയമണ്ട്സ് എന്ന് പറയുന്നത്. സോ കിംബർലി പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മൾട്ടിനാഷണൽ മെക്കാനിസം ഗവർണിംഗ് ദ ട്രേഡ് ഓഫ് കോൺഫ്ലിക്ട് ഡയമണ്ട്സ്. സോ ഈ കോൺഫ്ലിക്ട് ഡയമണ്ട്സിനെ എന്താണ്, ഗവേണിംഗ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, ഒരു മൾട്ടിനാഷണൽ മെക്കാനിസം. ഫോർ എക്സാമ്പിൾ, ഈ ഡയമണ്ടുകൾ വാങ്ങുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാകാം. അതായത് ഡയമണ്ടുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടാകാം. ഇവരെന്ത് ചെയ്യും? ഇവര് വാങ്ങുന്നത് ഈ കോൺഫ്ലിക്ട് ഡയമണ്ട്സ് ആണോ അല്ലെങ്കിൽ റഫ് ഡയമണ്ട്സ്, നമ്മളുടെ ഇല്ലീഗലി ഖനനം ചെയ്തെടുക്കുന്ന ഡയമണ്ടുകളാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. സോ ഇതിനെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട്, നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കൺട്രീസ് പല രാജ്യങ്ങളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഒരു കിംബർലി പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, സോ കിംബർലി പ്രോസസ്സിൽ ആദ്യം എന്ത് ചെയ്യും? ഒരു കൺട്രി സർട്ടിഫിക്കേഷൻ കൊടുക്കും. സോ ഒരു ഷിപ്മെന്റ് ഇപ്പോൾ ആഫ്രിക്കയുടെ ഒരു തീരത്ത് നിന്ന് ഇന്ത്യയുടെ ഒരു തീരത്തേക്ക് വരികയാണ്. സോ ദർ വിൽ ബി എ കൺട്രി സർട്ടിഫിക്കേഷൻ. ഇത് ഞങ്ങളുടെ കൺട്രിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ്, ഇതിൽ മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇല്ലീഗലി അല്ല കൊടുത്തിരിക്കുന്നത് എന്ന, അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഡയമണ്ട്സ് അല്ല എന്നൊരു സർട്ടിഫിക്കേഷൻ. അത് കൂടാണ്ട് എന്താണ്, കിംബർലി KP സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടിയിട്ട് ഇതിനോടൊപ്പം അക്കമ്പനി ചെയ്യും. വിച്ച് മീൻസ് ഇത് ഒരു കാരണവശാലും ഇതുപോലെയുള്ള കാർട്ടലുകളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. പകരം എന്താണ്, ഇത് നേരായ മാർഗത്തിൽ ഖനനം ചെയ്ത റഫ് ഡയമണ്ടുകൾ മാത്രമാണ് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയിട്ടും ദെൻ ഒരു പെർമിറ്റ് ഓഫ് ട്രേഡ് കൂടിയിട്ട് അവിടെ ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ കിംബർലി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സർട്ടിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ GI ടാഗ് പോലെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഈ കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. സോ അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇത് ഇല്ലീഗൽ ഡയമണ്ട് അല്ല അല്ലെങ്കിൽ കോൺഫ്ലിക്ട് ഡയമണ്ട് അല്ല എന്നൊരു സർട്ടിഫിക്കേഷൻ ആര് കൊടുക്കും? ഈ മൾട്ടിനാഷണൽ ഗവേണിംഗ് മെക്കാനിസം കൊടുക്കും. ദെൻ
വൈ ഇറ്റ് ഈസ് അപ്പിയർ ടു ബി ഇൻ ദ ഇന്ത്യൻ ന്യൂസ്? യു പി എസ് സി ആസ്പിറൻസുകൾ പഠിക്കുന്ന ഇന്ത്യൻ ന്യൂസിൽ ഇത് എന്തുകൊണ്ട് അപ്പിയർ ആകുന്നു? ദാറ്റ് ഈസ് ബിക്കോസ് 40% ഓഫ് ദ ഇമ്പോർട്ട് ഓഫ് ഡയമണ്ട്സ് ഹാപ്പൻ ടു ബി ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ മേജർ എക്സ്പോർട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ്, കട്ട് ഡയമണ്ട്സ് അല്ലെങ്കിൽ പോളിഷ്ഡ് ഡയമണ്ട്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമോഡിറ്റി എന്ന് പറയുന്നത്. ഈ പോളിഷ്ഡ് ഡയമണ്ട്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഖനനം നടക്കുന്നുണ്ടോ? ഇല്ല. സോ ഗ്ലോബൽ ഡയമണ്ട് പ്രൊഡക്ഷന്റെ 40% കയറ്റി അയക്കുന്നത് എങ്ങടേക്കാണ്? ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. സോ റഫ് ഡയമണ്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അത് നമ്മളുടെ ഗുജറാത്തിലും സൂററ്റിലും ഒക്കെ എന്ത് ചെയ്യും? പോളിഷ് ചെയ്തിട്ട് പോളിഷ്ഡ് ഡയമണ്ട് ആയിട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ ഈ പോളിഷ്ഡ് ഡയമണ്ട്സ് ആണ് ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട, സൂറത്തിലൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഓക്കെ, അതിന്റെ എക്സ്പോർട്ട് ഇന്ത്യയുടെ മാർക്കറ്റ് ഷെയറിൽ ഒരു ഹ്യൂജ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പറുകളിൽ ഈ കിംബർലി പ്രോസസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ന്യൂസ് വന്നിരിക്കുന്നത്. സോ പ്രിലിംസിനോട് ചോദ്യം ചോദിച്ചൂടെ, കിംബർലി പ്രോസസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു, ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ടു എന്താണ് ടു ടു ഒബ്സർവ് ദ സാറ്റലൈറ്റ്സ്. അങ്ങനെ ഒരു ചോദ്യം വരാം. കിംബർലി പ്രോസസ്, ഇറ്റ്സ് എ പ്രോസസ് ടു എക്സ്ട്രാക്ട് കോൾ ഫ്രം ദ ഓർ. ഓക്കെ, ഇറ്റ്സ് എ പ്രോസസ് ടു. സോ പ്രോസസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ഓപ്ഷൻസ് കൂടിയിട്ട് തരും. ദെൻ ഡയമണ്ടിന്റെ ഒരു ഓപ്ഷൻ കൂടി തരും. സോ ഡയമണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, കോൺഫ്ലിക്റ്റഡ് ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു പ്രോസസ്സാണ് ഈ കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. ബട്ട് സോ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് പൊസിഷൻസ് ഞാൻ പറഞ്ഞു. ദെൻ കിംബർലി പ്രോസസ്സിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഡെഫിനേഷന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റ്? ഫോർ എക്സാമ്പിൾ, ഈ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയിരിക്കാം, അല്ലെങ്കിൽ വുമൻസിനെ ട്രാഫിക് നടത്തിയിരിക്കാം, അല്ലെങ്കിൽ നർക്കോട്ടിക്സ് നടത്തിയിരിക്കാം. ഇതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുമോ എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. ദെൻ എല്ലാ രാജ്യങ്ങളും ഇത് അപ്ലൈ ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു പ്രോബ്ലമാണ്. സോ ഇത് എല്ലാ രാജ്യങ്ങളും അപ്ലൈ ചെയ്യുകയും ഇതിന്റെ ഡെഫിനേഷൻ കുറച്ചും കൂടി സ്ട്രിഞ്ചന്റ് ആവുകയും റിജിഡ് ആവുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇതൊരു ഗംഭീര പ്രോസസ് ആയിട്ട് മാറും. ദെൻ ഈ ഇല്ലീഗൽ യൂസ് ഓഫ് നമ്മളുടെ ഡയമണ്ട്സുകൾ, റഫ് ഡയമണ്ട്സുകൾ കുറയുകയും അത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവുകയും ചെയ്യും. സോ അതിന് ഒരു ടെക്നോളജി ഡ്രിവൻ സൊല്യൂഷൻ കൂടി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒരു ബ്ലോക്ക് ചെയിൻ സർട്ടിഫിക്കേഷൻ ഓരോ ഡയമണ്ടിനും വേണം. ഡാറ്റകളെ ഹാർമോണൈസ് ചെയ്യാനായിട്ട് പറ്റണം. അതിന് റീജിയണൽ ഹബ്സ് കൂടിയിട്ട് നമുക്ക് വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ റഫ് ഡയമണ്ട്സിന്റെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഡയമണ്ട്സിന്റെ എക്സ്പോർട്ടിങ് നിൽക്കുകയും ലീഗൽ ഡയമണ്ടുകൾ, കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ലീഗൽ ഡയമണ്ടുകൾ എക്സ്പോർട്ട് ചെയ്യുകയും വിപണന മേഖലയിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ. സോ കിംബർലി പ്രോസസ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ ഫോം 7 SIR-മായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫോം 7. എന്താണ് ഫോം 7 എന്ന് പറഞ്ഞാൽ? ഫോം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ട് ഡിഫറൻറ്റ് ഫോംസുകളുണ്ട്. അതിലിപ്പോൾ നമ്മൾ ഫോം 6 സബ്മിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഫോം 6 സബ്മിറ്റ് ചെയ്യും. ദെൻ നിങ്ങൾ ഒരു NRI ആണെങ്കിൽ ഫോം 6A സബ്മിറ്റ് ചെയ്യണം. ദെൻ ഫോം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, യു ഫീൽ ദാറ്റ് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ മരിച്ചു, പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനദർ പേഴ്സണിന്റെ വോട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് എന്ത് സബ്മിറ്റ് ചെയ്യാം, ഫോം 7 സബ്മിറ്റ് ചെയ്യാം. സോ ഫോം 7 സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ BLOയുടെ ആപ്പിൽ ഒരു എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് എന്ത് സംഭവിക്കും, BLO അപ്പുറത്തെ വീട്ടിൽ ചേട്ടന്റെ വീട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കും, ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, ഇദ്ദേഹം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഹാജരാക്കാനായിട്ട് പറയും. BLOയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ BLO എന്ത് ചെയ്യും,
BLO ആര് റിമൂവ് ചെയ്യും? ഈ ഒരു ആളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള അപേക്ഷ ആർക്ക് കൊടുക്കും? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് കൊടുക്കും. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്യും. എന്നാൽ ഈ ഒരു ഫോം 7 ഇന്ത്യയിൽ ചർച്ചയാകുന്നത് നമ്മളുടെ രാഹുൽ ഗാന്ധി വോട്ട് ചോരി വിവാദം ആരോപിച്ചപ്പോഴാണ്. സോ ഇദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി ഒരു ഒറ്റ മെസ്സേജ് കൊണ്ട് ഏകദേശം 700-800 പേരുടെ, ഒരു വാർഡിൽ നിന്ന് ഏകദേശം 700-800 പേരുടെ പേര് പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. സോ ഫോം 7 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? BLO അതിൽ അന്വേഷണം നടത്തിയിട്ട് എന്ത് ചെയ്യും? ERO ആ ഒരു ഫോം റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പേര് റിമൂവ് ചെയ്യും. എന്നാൽ അതല്ല നടക്കുന്നത് എന്ന് ആരാക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളുടെ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്താണ് ഈ ഫോം 7 ചർച്ചയാകുന്നത്. കറന്റ്ലി ഇന്നലത്തെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഫോം 7 കൂടിയിട്ട് ഇന്നലെ എടുത്തു പറഞ്ഞത്. ഫോം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഫോം ആണ് എന്ന് മാത്രം ഓർത്തിരിക്കുക. ഫോം 6, ഫോം 6A ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ റിമൂവലുമായി ബന്ധപ്പെട്ട് ഒരാളെ റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതർ പേഴ്സൺ കൊടുക്കാൻ പറ്റുന്ന ഫോമാണ് ഈ ഫോം 7 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് ഓർത്തിരിക്കുക.